വാർത്ത കണ്ടു. ശങ്കുന് ഹാപ്പിയായി. മന്ത്രി അജിക്കും 24-കാർക്കും താങ്ക് യു. അങ്കണവാടിയിലെ ഭക്ഷണ മെനുവിൽ ഇനി ബിരിയാണിയും മുട്ട ബിരിയാണി, പുലാവ് എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ മെനു. ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന 4 വയസ്സുകാരൻ ശംഖുവിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭക്ഷണ മെനു ഇപ്പോൾ പുതുക്കിയത്. അതായത് വിദ്യാർത്ഥികൾക്ക് മുട്ട ബിരിയാണി, പുലാവ് ഉൾപ്പെടെയുള്ള ഭക്ഷണ മെനുവാണ് പുതുതായി എന്തായാലും ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 ദിവസം വീതം നൽകുന്ന പാലും മുട്ടയും 3 ദിവസമായി നൽകും. ഈ വിദ്യാർത്ഥികളുടെ ഭക്ഷണക്രമം, ഒപ്പം തന്നെ ഈ ആരോഗ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകുക എന്നതാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിലെന്നാണ് മന്ത്രി വീണ ജോർജ് നിലവിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ആരോഗ്യ സമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നു. ധനവകുപ്പിന്റെ കൂടി അനുമതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഇത്തരത്തിൽ അംഗനവാടികളുടെ മെനു സംബന്ധിച്ച പരിഷ്കാരം ഉണ്ടാവുക. ഇന്ന് ഈ അംഗനവാടികളുടെ പ്രവേശനോത്സവം സംബന്ധിച്ച സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. ശംഖു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അന്ന് ഇത്തരത്തിൽ ബിരിയാണി ഉൾപ്പെടെ മെനുവിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അന്ന് തന്നെ ഇക്കാര്യത്തിലൊരു ആലോചന ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇതോടുകൂടി അംഗനവാടികളുടെ മെനു എന്തായാലും തത്വത്തിൽ സർക്കാർ പരിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. നിലവിലുള്ള രീതിയിൽ നിന്ന് അപ്പുറത്തേക്ക് മുട്ട ബിരിയാണിയും പുലാവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലീകരിച്ച ഒരു മെനുവിലേക്കാണ് സർക്കാർ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ പാലും മുട്ടയും 2 ദിവസം നൽകുന്നത് 3 ദിവസമാക്കി മാറ്റാനും നിലവിൽ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്.